to class 11 physics for HSC, CBS and ESC, and today this is class number 107 from unit 10 chapter 14 oscillations. The unit 10 is oscillations and waves, and chapter 14 is oscillations. And from this chapter we see what is periodic motion, period, frequency, displacement, etc. Class 11 physics chapter 14 we begin. So what is the meaning of oscillation? Let us see what is oscillation. Oscillation means to and fro motion. The motion of a simple pendulum is an oscillation. Motion of simple pendulum is oscillation. And from that we study what is called periodic motion. Periodic motion, അതായത് നിശ്ചിത സമയം കഴിയുമ്പോൾ ആവർത്തിക്കുന്ന മോഷനാണ് periodic motion എന്ന് പറയുന്നത്. The phenomenon, process or motion which repeats itself after equal intervals of time is called periodic. നിശ്ചിത സമയം കഴിയുമ്പോൾ ആവർത്തിക്കുന്ന എല്ലാ ചലനത്തെയും എല്ലാ മോഷനെയും നമ്മൾ periodic motion എന്ന് പറയും. If a body moves to and fro repeatedly about a mean position, it is called oscillatory motion. ഒരു ബിന്ദുവിനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റഡ് ആയിട്ട് നിശ്ചിത സമയം എടുത്ത് ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയും. എക്സാമ്പിൾസ് ഓഫ് പീരിയോഡിക് മോഷൻ: ഹാർട്ട് ബീറ്റ്സ് ഓഫ് എ പേഴ്സൺ, പീരിയഡ് about 0.8 second for a normal person. Motion of earth around the sun, period 1 year. Motion of Halley's comet around the sun, period is 76 years. അപ്പോൾ ഹാലിസ് കോമറ്റിൻ്റെ ചലനം, എർത്ത് ചുറ്റും കറങ്ങുക, ഒരു വർഷം എടുത്ത് കറങ്ങുക, അതെല്ലാം പീരിയോഡിക് മോഷനാണ്. അല്ലെങ്കിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുക, ആക്സിൽ കറങ്ങുക, പീരിയോഡിക് മോഷനാണ്. ഹാർട്ട് ബീറ്റ് പീരിയോഡിക് മോഷനാണ്. എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ, ഈ പീരിയോഡിക് മോഷനിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് ഓസിലേറ്ററി മോഷൻ. Oscillations of a simple pendulum, vibrations of mass attached to a spring, vibrations of a guitar string, etc. are examples of oscillatory motion. Motion of earth is periodic but not oscillatory because it is not to and fro. അപ്പോൾ ഇവിടെ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ അല്ല, എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് മോഷനാണ്. ഓസിലേറ്ററി മോഷൻ്റെ എക്സാമ്പിളാണ് ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, വൈബ്രേഷൻസ് ഓഫ് മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്, ലോഡഡ് സ്പ്രിങ് എന്ന് പറയും, വൈബ്രേഷൻസ് ഓഫ് ഗിത്താർ സ്ട്രിങ് എക്സെട്ര. മോഷൻ ഓഫ് എർത്ത് ഈസ് പീരിയോഡിക് ബട്ട് നോട്ട് ഓസിലേറ്ററി ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ടു ആൻഡ് ഫ്രോ. എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി അല്ല, എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് ആണ്. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊരു വാക്ക് പഠിക്കുകയാണ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ആൻ ഓസിലേഷൻ? There is a measurable property which changes with the time during the periodic motion. This physical quantity is called displacement. ഡിസ്റ്റൻസ് പോലെ അളക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി പീരിയോഡിക് മോഷനിലുണ്ട്, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് പെൻഡുലം ക്ലോക്ക്, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആംഗുലാർ ഡീവിയേഷൻ ഫ്രം ദി വെർട്ടിക്കൽ. അപ്പോൾ ആംഗിൾ എത്രമാത്രം മാറുന്നു അതിനെ നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതേപോലെ ബോബിൻ്റെ മുന്നോട്ടും പുറകോട്ടുള്ള ദൂരമാണെങ്കിൽ അതിനെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം there is pressure change which is the displacement in the case. അപ്പോൾ ആ കേസിൽ ഒരു സൗണ്ട് പോകുമ്പോൾ ഈ എയർ പ്രഷർ വേരിയേഷൻ ഉണ്ടാകും. ആ പ്രഷർ വേരിയേഷനെയും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ? The maximum value of the displacement is called amplitude. It is positive or negative. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടോട്ടൽ പാത്തിൻ്റെ പകുതി, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി, ദ സ്മോളസ്റ്റ് ഇൻ്റർവൽ ഓഫ് ടൈം ആഫ്റ്റർ ദി പ്രോസസ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് പീരീഡ്. അപ്പോൾ നിശ്ചിത സമയം, ഓരോ ഓസിലേഷനും നിശ്ചിത സമയം വേണം. ഓരോ ടു ആൻഡ് ഫ്രോ മോഷനും നിശ്ചിത സമയം വേണം. ആ സമയത്തെ വിളിക്കുന്ന പേരാണ് പീരീഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/, പീരീഡാണ്. പീരീഡ് ടി എന്ന് എഴുതും, 1/t വിളിക്കുന്ന പേര് ഫ്രീക്വൻസി, ആൻഡ് ഇറ്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഇൻ ദ കേസ് ഓഫ് റൊട്ടേറ്ററി മോഷൻ, ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ഈസ് ദി പീരീഡ്. ഇൻ ദ കേസ് ഓഫ് ഓസിലേറ്ററി മോഷൻ, ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ ഈസ് കോൾഡ് എ പീരീഡ്. The number of periodic motions, vibrations or oscillations made in 1 second
is called frequency nu. The symbol for frequency we usually take as nu, or we can take a f, or we can take a n. ആ ന്യൂ ബി പോലെ എഴുതുന്ന ന്യൂ എന്ന് പറയുന്നത് ഏകദേശം. അപ്പോൾ ന്യൂ എൻ എഫ് എല്ലാം ഫ്രീക്വൻസിയുടെ സിമ്പിൾസ് ആണ് എന്ന് ഓർക്കണം. ഇനി അടുത്തത് പീരീഡ് ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ് എസ് ഐ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഹെഡ്സ്. Frequencies 1 by period, nu is 1 by t. The unit may be, unit is hertz, or we can say second raised to minus 1, or we say hertz, second raised to minus 1, or cycles per second. In any of the form, we can say the unit. Example, as pendulum clock makes 30 oscillations in 60 seconds, its period is time taken for one oscillation 60 by 32 seconds. Frequency, number of oscillations per second, that is 1 by period, 1 by 2 hertz. The frequency is 1 by period, 1 by t. Nu is 1 by t. Then there is angular frequency. Angular frequency omega is 2 pi by t. 2 pi nu. The frequency multiplied by 2 pi is called angular frequency. Angular frequency. It is measured in radians per second. ആംഗുലാർ ഫ്രീക്വൻസി റേഡിയൻസ് പെർ സെക്കൻഡിൽ അളക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് പീരിയോഡിക് ഫങ്ഷൻ ആൻഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ഓസിലേറ്ററി മോഷൻ പറയുമ്പോൾ, പീരിയോഡിക് മോഷൻ പറയുമ്പോൾ സാധാരണ സ്വീകരിക്കുന്ന ഒരു ഫങ്ഷനെയാണ് നമ്മൾ പീരിയോഡിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പീരിയോഡിക്? ഇൻ ജനറൽ എ പീരിയോഡിക് ഫങ്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എഫ് തീറ്റ. തീറ്റയാണ് വേരിയബിൾ. അപ്പോൾ എഫ് തീറ്റ പ്ലസ് 2 പൈ. 2 പൈ എന്ന് പറഞ്ഞാൽ ഒരു കറക്കത്തിൻ്റെ സമയമാണ്. ഒരു സർക്കിൾ എടുക്കാനുള്ള ആംഗിളാണല്ലോ 2 പൈ. അത് ടി പീരീഡ് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ഫംഗ്ഷൻ. ഓർ F1t. F1t ഈസ് ഈക്വൽ ടു F1 ടൈമിൽ പറയുകയാണെങ്കിൽ സൈൻ 2 പൈ ബൈ ടി ഇൻറ്റു സ്മോൾ ടി. ഈ 2 പൈ ബൈ ടി എ, 2 പൈ ബൈ ടി എ നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയും. 2 പൈ ന്യൂ ആണത്. സിമിലർലി അനദർ ഫംഗ്ഷൻ G1t ഈസ് ഈക്വൽ ടു കോസ് 2 പൈ ബൈ t into small t. T is the period and small t is the time taken. Here G1t simply means it is a function of time t. The value of function at t and t plus capital T is the same. So we write G1t is equal to G1t plus t, that is cos 2 pi by t plus t, that is cos 2 pi by t സ്മോൾ ടി. അതായത് ഈ ക്യാപിറ്റൽ ടി 2 പൈ കാണിക്കുന്നതാണ്. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ 2 പൈ ആംഗിളിനെ കാണിക്കുന്നതാണ്. 2 പൈ കറങ്ങിയാൽ നമുക്കറിയാമല്ലോ ഒരു കൊസൈൻ ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ, അതിൽ 2 പൈ കൂട്ടിയാലും കുറച്ചാലും ഫംഗ്ഷൻ മാറില്ല. അപ്പോൾ ആ 2 പൈ അങ്ങോട്ട് ക്യാപിറ്റൽ ടി അങ്ങനെ കളയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോസ് 2 പൈ ബൈ ടി ഇൻറ്റു സ്മോൾ ടി പ്ലസ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടി കളഞ്ഞാൽ കോസ് 2 പൈ ബൈ ടി ഇൻറ്റു ടി. ടി കളയുക എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്തുള്ളൂ, താഴെയുള്ളതല്ല. ആ 2 പൈ ബൈ ക്യാപിറ്റൽ ടി നമ്മൾ ഒമേഗ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ കോസ് ഒമേഗ ടി. Cos omega t or cos omega t plus capital T are same. Capital T we can neglect. Similarly, F1 t plus t is equal to sin omega small t plus capital T. Omega is 2 pi by t. That is sin 2 pi by t into t. In this case, the period is t is equal to 2 pi. അതായത് ഒരു ഓസിലേഷൻ്റെ, ഒരു സർക്കുലർ മോഷൻ്റെ പീരീഡ് ആണല്ലോ ടി. ഒരു സർക്കുലർ മോഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ 2 പൈ ആയിരിക്കും. അതുകൊണ്ട് ടിയെ നമ്മൾ 2 പൈയോട് ഇക്വേറ്റ് ചെയ്യാറുണ്ട്. Thus, F1t is equal to F1t plus t, that is F1t plus 2t plus etc. equal to F1t plus nt. Two infinite sets of periodic functions can be written as two infinite sets of periodic function can be written as Fnt is equal to sin 2 pi n by t into small t, where n is 1, 2, 3, etc. and F2t is equal to cos 2 pi n by t into t, n is 1, 2, 3, etc. Then there is a famous theorem which is called Fourier theorem. Fourier theorem. ഈ രണ്ട് ഫംഗ്ഷൻ, ഒരു പീരിയോഡിക് ഫംഗ്ഷന് പകരം രണ്ട് ഫംഗ്ഷൻ എഴുതാം എന്ന് പറയുന്നതാണ് ഫ്യൂറിയർ തിയറം. എന്താണ് ഫ്യൂറിയർ തിയറം നോക്കുക. യു സീ ദ ഫ്യൂറിയർ തിയറം.
According to Fourier, any periodic function capital Ft with a period t can be expressed as a combination of functions f1, fnt and gnt. ഏതെങ്കിലും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ അത് ക്യാപിറ്റൽ എഫ് ടി എന്ന് പറയുന്നത്, അതിനെ രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ട്, രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പിനേഷനായിട്ട് സ്മോൾ എഫ് എൻ ടി ആൻഡ് ജി എൻ ടി, അങ്ങനെ രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ട് എഴുതാം. അപ്പോൾ അതെങ്ങനെ എഴുതും നമ്മൾ നോക്കിക്കേ. ദാറ്റ് ഈസ് f1t is equal to small ft is equal to capital F t is equal to small fnt plus gnt. fnt we can write as a1 sin omega t, omega means 2 pi by t, plus a2 sin omega 2t or 2 omega t, or we write 4 pi by t into t plus a3 sin 6 pi by t into t plus etc. And the other function gnt we write as a constant also we put. A constant we can put b0 plus. In the above case also we can put a constant a0. b0 plus b1 sin 2 pi by t plus b2 cos 2 pi by t plus b3 cos 6 pi by t plus etc. അപ്പോൾ ഇവിടെ ആ ക്യാപിറ്റൽ എഫ് ടിയുടെ വലതുവശത്ത് ഒരു a0 കൂടി ചേർക്കണുണ്ടോ, a0 കൂടി ചേർക്കുക. a0 പ്ലസ് a1 sin 2 pi by t into t അങ്ങനെ ചേർക്കുക. എഫ് ടി is a0 പ്ലസ്. a0 b0 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താൽ a1 a2 a3 b1 b2 b3 etc. are called Fourier coefficients. Suppose the Fourier coefficients a1 and b1 are 0. അത് 0 ആണെങ്കിൽ then are called a1 a2 a3 b1 b2 b3 etc. are called Fourier coefficients. Suppose the coefficients a0 and b0 are 0, a0 and b0 are 0, and higher terms we can neglect, they are same functions, then we can write ft is equal to a1 sin 2 pi by t plus b1 cos 2 pi by t. മറ്റെല്ലാ ഫംഗ്ഷൻ തുടർന്ന് വരുന്ന ഫംഗ്ഷൻ എല്ലാം ഇതിൻ്റെ ഇതേ ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ ടി കൂടി പോകുന്നതാണല്ലോ ക്യാപിറ്റൽ ടി, അത് ഒഴിവാക്കാം. എന്നിട്ട് a0 b0 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ a1 b1 പകരം a0 b0 0 ആണെങ്കിൽ, a0 സ്മോൾ a0 b0 0 ആണെങ്കിൽ നമുക്ക് എഴുതാം fnt is a1 sin 2 pi by t into small t plus b1 cos 2 pi by t into small t. This represents a special periodic function called simple harmonic motion, the function of simple harmonic motion. So you remember, the above is the Fourier relation. Fourier relation is the ft, capital F t is equal to a0 എന്നാണ്, a0 പ്ലസ് എന്നാണ്, താഴെ b0 പ്ലസ് ഉണ്ടല്ലോ അതുപോലെ. ഇനി a0 b0 0 ആണെങ്കിൽ, a0 b0 0 ആണെങ്കിൽ ഹയർ ടൈംസ് എല്ലാം സെയിം ആയതുകൊണ്ട്, ഇപ്പോൾ സൈൻ 2 pi by t into t എന്ന് പറഞ്ഞാൽ സൈൻ 4 pi by t into t എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അപ്പോൾ ആ ടൈമൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് എഫ് ടി ഇസ് ഈക്വൽ ടു a1 sin 2 pi by t into t പ്ലസ് b1 cos 2 pi by t into t. അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ a0 b0 0 ആയിരിക്കണം. ഹയർ ടൈംസ് എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട്, അതായത് a2 a3 a4 എല്ലാം 0 ആണ്, അല്ലെങ്കിൽ ആ ടൈംസ് ഒന്നുമില്ല, b1 b2 b3 b4 എല്ലാം 0 ആണ് എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഹാർമോണിക് മോഷന് വേണ്ടി, സിമ്പിൾ ഹാർമോണിക് മോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. അതായത് എഫ് ടി ഇസ് a1 sin 2 pi by t into t പ്ലസ് b1 cos 2 pi by t into t. അല്ലെങ്കിൽ പറയാം എഫ് ടിക്ക് വരെ y എന്ന് പറയും, y is a1 sin omega t പ്ലസ് b1 cos omega t. ഇനി a1ഉം b1 എയും ബി എന്ന് പറഞ്ഞാൽ y is equal to a sin omega t പ്ലസ് b cos omega t. അങ്ങനെ എഴുതാം. അങ്ങനെയാണ് y is equal to എഫ് ടിക്ക് പകരം, ക്യാപിറ്റൽ എഫ് ടിക്ക് പകരം y is equal to a sin omega t, omega 2 pi by t, a sin omega t plus b cos omega t എന്ന് എഴുതാവുന്നതാണ്. This represents a special periodic function called simple harmonic motion SHM. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കുകയാണ്. Questions: explain what is periodic motion,
Define periodic frequency and amplitude of oscillation. What is a periodic function? Give properties. State a Fourier theorem. State a Fourier theorem. That is all with your first class on oscillations. Thank you very much.